ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ആഴ്ച ഞാൻ കണ്ണൂർ വ്ളോഗായിട്ട് വരുന്നതായിരിക്കുന്നു. യെസ് ഗൈസ്, ഞാൻ കണ്ണൂർ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. 6 മണിക്ക് എടുക്കുന്ന ട്രെയിൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 5:56-നാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഓട്ടമായിരുന്നു. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 6 മണിക്ക് എടുക്കുന്ന എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ട്രെയിനിലാട്ടോ നമ്മൾ പോയത്. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനറൽ ടിക്കറ്റിലാണ് പോയത്. അതുകൊണ്ട് തന്നെ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു അഡ്വഞ്ചർ അല്ലേ, നമ്മൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ചില്ല് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലൊക്കെ നല്ല വേദന എടുക്കാൻ തുടങ്ങി. ഇരിക്കാനൊരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. കോഴിക്കോട് എത്തിയിട്ടാട്ടോ ഞങ്ങൾക്കൊന്ന് ഇരിക്കാൻ പറ്റിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് ശബ നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഷൊർണൂരിൽ നിന്ന് ഒരു ഹൈഡൻസിക്ക് വാങ്ങി കഴിച്ചതല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് വയറ്റിലോട്ട് എന്തെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളെ ശബ നമ്മളെ കടിശേക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഇപ്പോൾ എത്തുന്നുണ്ട് 1 കിലോമീറ്റർ അവൾ നമ്മളെ നടത്തിച്ചു കേട്ടോ. അത്രയും ക്ഷീണിച്ചു കുടിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അതോ അതിന് ഇത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല. കടിശേക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ആ വെയിലത്ത് നടക്കാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊരു ഓട്ടോ പിടിച്ച് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ. ഞാൻ കൊച്ചിയിൽ നിന്ന് കുടിച്ച കോക്ടെയിൽ അല്ല കണ്ണൂർ കോക്ടെയിൽ നിന്ന് ഞാൻ ഇത് കുടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. യഥാർത്ഥ കണ്ണൂർ കോക്ടെയിൽ കുടിക്കണമെങ്കിൽ കണ്ണൂർ തന്നെ വരണം ഗൈസ്. നമുക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് വേറെ. ഞങ്ങളൊരു ഉച്ചയ്ക്കാട്ടോ വന്നത്. ഉച്ചയ്ക്ക് പോലും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. മറ്റത് തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. യഥാർത്ഥ കണ്ണൂർ കോക്ടെയിൽ കുടിച്ചു ഗൈസ്. പിന്നെ അവിടെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് പ്രിയൻ വന്നിരുന്നു. നമ്മൾ പിന്നെ നേരെ പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അർഫ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ പോയത്. അത് നമ്മളുടെ കണ്ണൂർ ചന്തയുടെ ഉള്ളിക്കൂടൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയ കട. നമ്മളവിടുത്തെ കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കാനാട്ടോ പോയത്. കല്ലുമ്മക്കായ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മേ ബി കല്ലുമ്മക്കായ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. ഈ മലബാറുള്ളവരൊക്കെ ഭയങ്കര സൽക്കാരപ്രിയരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ണൂർ കാലെടുത്ത് വെച്ചപ്പോൾ തൊട്ടും ഞങ്ങൾ തീറ്റയായിരുന്നു. ഇതുവരെ അതിനൊരു അതിഥിയില്ല. ഇത് പറയാനുള്ളത് പ്രിയൻ്റെ അമ്മ ഉണ്ടാക്കിയ കപ്പ ബിരിയാണി. നമുക്ക് കഴിക്കാൻ വയറില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റ് മൊത്തം കഴിച്ചെന്നുള്ളതാണ്. അത്ര അടിപൊളിയായിരുന്നു. കണ്ണൂർ ഞാൻ ഫുഡ് കഴിക്കാൻ പോയതാണോ എന്ന് എനിക്ക് സംശയമായി. തെയ്യം കാണാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയി ഇടയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയുടെ കൂടെ ചിലുവിൻ്റെ വീട്ടിൽ നിന്ന് ചായ ആൻഡ് വെള്ളക്കാര. പിന്നെ ചായയുടെ കൂടെ ചിലുവിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ വെള്ളക്കാര. എൻ്റെ വീട്ടിലൊക്കെ അതിന് ഇഡ്ഡലി വട എന്നാട്ടാ പറയണം. നമ്മളുടെ ദോശമാവിൻ്റെ ബാറ്റർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള സംഭവമാണ്. അതും നല്ല കിടിലനായിരുന്നു. ഇത്രയും കഴിച്ചതല്ലേ, പിന്നെ കുറച്ച് ദേഹം അനങ്ങാൻ വേണ്ടി നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. ചൂല ഇതിന്റെ പേരെന്താണ്? പിന്നെ നമ്മൾ ചിലു പഠിച്ച് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ കാണാൻ പോയിട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ 2 സൈഡിലും പാടൊക്കെ ആട്ടെ, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ചിലു പറയായിരുന്നു മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ വെള്ളമാണ്, ആ വെള്ളം നീന്തി കടന്നതൊക്കെ വേണമായിരുന്നു സ്കൂളിൽ. ഇപ്പോൾ എന്നിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചിലു പഠിച്ച് വളർന്നതെന്നാണ് ചിലു പറയുന്നത്. നമ്മൾ ഫുൾ അത് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നത്. അവിടെ ഒരു പന കണ്ടോ? ഈ പനേനെയാണ് ഇവർ ആരാധിക്കുന്നത്, അല്ലാതെ വേറെ അമ്പലമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തെയ്യൊക്കെ ഈ പനയുടെ അടിയിലായിട്ടായിരിക്കും നടക്കുക. അവിടെ ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പാടത്തിൻ്റെ വരമ്പിൽ കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തെയ്യം നടക്കണ അവിടേക്ക് പോയി. ഇപ്പം അവിടെ നടക്കുന്നില്ല, അവർ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കനലിൽ കൂടെ ഒക്കെ ഓടണല്ലോ, അപ്പോൾ അതിന് വേണ്ടി വിറകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ചിലുവിൻ്റെ തറവാട്ടിൻ്റെ അവിടെയുള്ളൊരു കുളമാണ് കേട്ടോ. ഇപ്പം ഇതാണ് തറവാട് വീട്. ഇവിടെയാണ് നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. രാത്രിയൊക്കെ ആയപ്പോൾ കുളത്തിന് ചുറ്റും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ആ കുളത്തിൻ്റെ ചുറ്റും നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഇവരെല്ലാവരും തെയ്യത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. പുതിയ ഭഗവതിയുടെ അതുപോലെ വീരൻ്റെ ഒക്കെ കോസ്റ്റ്യൂം റെഡിയാക്കി കൊണ്ടിരിക്കുന്നതാട്ടേ കാണുന്നത്. ഇത് നമ്മുടെ ചിലുവിൻ്റെ അനിയനും അനിയത്തിയാട്ടോ, അപ്പൂസും ഗൗരി. അപ്പൂസ് എടുത്ത ഫോട്ടോസാണ് ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നത്. അടിപൊളി ഒരു ഫോട്ടോഗ്രാഫറാട്ടോ നമ്മുടെ അപ്പൂസ്. അങ്ങനെ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. കാരണം ഇനി അടുത്തത് കുറച്ച് ലേറ്റായിട്ടാണ് തെയ്യമൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒന്നും തെയ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് വന്നു വീട്ടിലേക്ക്. വീട്ടിൽ വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ എനിക്കൊക്കെ പുതിയ അനുഭവം കേട്ടോ. കാരണം നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ കണ്ണൂർ ചെന്നപ്പോൾ വയറിൻ്റെ വലിപ്പവും കൂടിയെന്ന് തോന്നുന്നു. എത്ര കഴിച്ചിട്ടും വിശപ്പിനൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയായപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
പിന്നെ അടുത്ത തെയ്യം വീരനാണ്. വീരൻ കുറച്ച് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കഥയൊക്കെ കേട്ട് നമ്മളിങ്ങനെ ചിലുവിൻ്റെ വലിയമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അവർക്ക് കുറേ പണ്ടത്തെ കഥകളൊക്കെ പറയാനുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ കേട്ടിരിക്കലായിരുന്നു നമ്മൾ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തെയ്യം നടക്കുന്ന അവിടേക്ക് പോയി. അപ്പോൾ രാത്രിയുള്ള തെയ്യം വീരനായിരുന്നു. അപ്പോൾ വീരൻ്റെ ഒരുക്കുന്നതൊക്കെ ആട്ടെ കാണുന്നത്. തെയ്യം കാണാൻ പോകണം എന്നുള്ളത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാണാനൊക്കെ ആയിട്ട്. ഈ വീരനായി എന്ന് മനസ്സിലാക്കുന്നത് ഈ കണ്ണാടിയെ നോക്കുമ്പോഴാണ്. അപ്പോഴാണ് അതിന് മുമ്പേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വരച്ചിട്ടാണ് ഇരിക്കുക. ഈ കണ്ണാടിനെ നോക്കി കഴിയുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ട് പിന്നെ വീരൻ തുള്ളാനൊക്കെ പോകുന്നത്. ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്കറിയില്ല ഞാനിത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നത്. നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് ആ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. പിന്നെ കോഴീനൊക്കെ കുരുതി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഇടുന്നില്ല, ചിലപ്പോൾ യൂട്യൂബ് എന്നെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വീരൻ നമ്മളെ ചിലുവിൻ്റെ വീട്ടിലേക്കൊക്കെ വരും. എന്നിട്ട് എല്ലാ വീട്ടുകാരെയും കണ്ട് അനുഗ്രഹമൊക്കെ കൊടുക്കും. വീരൻ കഴിഞ്ഞാൽ വീരാളി പറഞ്ഞ തെയ്യമുണ്ട്, പിന്നെ പുതിയ ഭഗവതി. അതിൽ വീരാളി കണ്ടില്ല കേട്ടോ, നമ്മൾ ഉറങ്ങിപ്പോയി. പുതിയ ഭഗവതി ഒരു 5 മണി നേരത്താണ് കേട്ടോ. പുതിയ ഭഗവതിനെ കാണാനാണ് ആൾക്കാർ കൂടുതൽ. കാരണം കാണാൻ കുറച്ചും കൂടി ഭംഗി പുതിയ ഭഗവതിനെയാണല്ലോ. കാരണം ഫുൾ തീപ്പന്തൊക്കെ ആയിട്ട് ഫുൾ പന്തൊക്കെ കിട്ടിയിട്ടാണ് പുതിയ ഭഗവതി. പിന്നെ കനലിൽ കൂടെ ഓടുന്നതൊക്കെ പുതിയ ഭഗവതിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ തെയ്യം കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ നിൽക്കാൻ കഷ്ടപ്പാടായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. കാരണം അത്രയും അധികം ആൾക്കാരായിരുന്നു വീഡിയോ എടുക്കാനും കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ തെയ്യത്തിൻ്റെ പന്തത്തിലേക്ക് ഒഴിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ട് മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളാണ്. പിന്നെ കനലിൽ കൂടെ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ മുണ്ടെടുത്തിട്ടുള്ള ആൾക്കാർ സ്റ്റാർട്ടിങ് തന്നെ കനലിൻ്റെ മേലെ കൂടെ ഓടിയായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായ കാരണം ആ ഭാഗത്തോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. നമ്മൾ കണ്ടു, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പുതിയ ഭഗവതി ഇതുപോലെ തന്നെ കോഴീനൊക്കെ കുരുതിയൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ കനലിൽ കൂടെ ഒക്കെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ വേണമെങ്കിൽ ഞാനൊന്ന് സൈഡിൽ ഇട്ടുതരാം. കനൽ എൻ്റെ മേത്തേക്ക് തെറിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയ കാരണം മര്യാദയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ചെറിയ ബിറ്റുണ്ട്, ഞാൻ ഇട്ടുതരാം. 2 ദിവസമായിട്ടുണ്ട് നമ്മളൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. അതിൻ്റെ ക്ഷീണമൊക്കെ നമ്മുടെ മുഖത്ത് നന്നായി കാണുന്നുണ്ടാവും. അപ്പോൾ തെയ്യം ഒരു 7 മണിയോടുകൂടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് നല്ല ഉറങ്ങി. അത് കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോഴാണ് നമ്മുടെ പുതിയ ഭഗവതി വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അത്രയും നേരം നമുക്ക് ഉറങ്ങാൻ പറ്റി. അതാണ് നമ്മൾ ആകെ ഉറങ്ങിയത്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ടാറ്റാ ബൊബായ് പറഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് വന്ദേ ഭാരതിലാണ് നമ്മൾ തിരിച്ചു വന്നത്. ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ വന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിൻ ടൂർ നടത്തായിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, പക്ഷേ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. വാഷ്റൂമൊക്കെ നന്നായി ഞാൻ എക്സ്പ്ലോർ ചെയ്തു. എന്തായാലും വന്ദേ ഭാരത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ തെയ്യത്തിൻ്റെ ഐതിഹ്യവും ആ കഥകളൊക്കെ നമ്മുടെ ചിലുവിൻ്റെ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി മാത്രമായിട്ട് ഇറക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണൂർ പോയ തെയ്യം വിശേഷങ്ങൾ ഇത്രയാണ്. എന്തായാലും കണ്ണൂർ അടിപൊളിയായിരുന്നു, തെയ്യം അടിപൊളിയായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു ചിലു വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തെയ്യം കാണാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.